ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ട് എക്സാമിനേഷനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കുള്ളത് അല്ലേ. ബേസിക്കലി ഏറ്റവും ആദ്യം നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, അക്കൗണ്ടിങ് ആണോ ഇതിൻ്റെ ബേസ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സെക്രട്ടേറിയറ്റിൻ്റെ എക്സാമിനേഷനൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങൾ കുറേ പേര് അതിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറേ പേര് അതിൽ വളരെ സീരിയസ് ആയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ സെക്രട്ടേറിയറ്റിൽ ഒന്ന് ചവിട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു അവസരം തന്നെയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം, അടിസ്ഥാന യോഗ്യത എന്ന് പറയുമ്പോഴത്തേക്കും എനി ഡിഗ്രി ആണല്ലേ. നമ്മുടെ കേരള ഫിനാൻസിന്റെ ജനറൽ സർവീസിലേക്ക് വരുന്ന ഡിവിഷണൽ അക്കൗണ്ടിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി വിത്ത് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. തേർഡ് ക്ലാസ് ഉള്ള ആൾക്കാർ ആരും അപേക്ഷിക്കേണ്ട. അതൊരു ഇൻഎലിജിബിലിറ്റി തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് വിളിക്കുന്ന കോമൺ ആയിട്ട് എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ബേസിക് ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രി പരീക്ഷയിലും സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായ എല്ലാവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊരു ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിങ് നോളജ് മാത്രം അതാണ് പ്രധാനമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വെക്കത്തില്ല അല്ലേ. അവർക്ക് വേണ്ടത് മിടുക്കന്മാരെയാണ് വേണ്ടത്. അതായത് അക്കൗണ്ടിങ് കൂടെ പഠിച്ചെടുക്കാൻ കഴിയുന്ന മിടുക്കന്മാരെയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് എടുക്കാം. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ബാലികേറ മലയൊന്നുമല്ല. അപ്പോൾ അത് സഹകാരിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇതിനു മുന്നേ ഉള്ള അക്കൗണ്ടിങ് എക്സാമിനേഷൻസിൽ അല്ലെങ്കിൽ ബികോം കോമേഴ്സ് ബേസ്ഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും എംകോംകാരും അതേപോലെ LLB-കാരും MBA-കാരും ഒക്കെ CA-കാരൊക്കെ മത്സരിച്ചൊരു എക്സാമിനേഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 1ാം റാങ്ക് 2ാം റാങ്ക് അങ്ങനെ നമുക്ക് ഏകദേശം അല്ലേ ആദ്യ റാങ്കുകൾ മുഴുവൻ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോത്ത് റെക്കോർഡ് ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട എക്സാം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഈ നോളജ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ അത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഒരു നോർമലി ഒരു PSC എക്സാമിനേഷന് വേണ്ടി പഠിക്കുകയല്ല, അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു തറവ് നോളജിലേക്ക് നമ്മൾ ഉയരണം. എന്നാൽ മാത്രമേ ഈ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാം. നിലവിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ സാറേ, ഇത് നടക്കുമോ വല്ലതും നമ്മൾ മെനക്കെട്ടൊരു കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള നോട്ടിഫിക്കേഷൻസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ലാസ്റ്റ് വന്ന 2022 അതിന് മുന്നേയുള്ള നോട്ടിഫിക്കേഷൻ ഏകദേശം 40ഓളം പേരാണ് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 40ഓളം പേരും തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പരീക്ഷയുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഒരു ലിസ്റ്റിൽ വന്നിട്ട് ഒരാൾക്ക് പോലും ഇതുവരെ ജോലി കിട്ടാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, കോമൺ ഡിഗ്രി പ്രിലിംസ് ആയിരുന്നു ഇവിടെ പ്രിലിംസ് ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ഡിഗ്രിക്കും ഏത് പരീക്ഷയ്ക്കും പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോൺസെപ്റ്റിലേക്ക് PSC വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ DAക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ചിലരൊക്കെ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും 2019 നമ്മുടെ ഈ ഒരു പാറ്റേൺ മാറുന്നത്. അതിന് മുന്നേ നടന്ന പരീക്ഷയിൽ പോലും DAക്ക് എന്തുണ്ടായിരുന്നു, പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ മാത്രമാണ് OMR ആയിട്ട് നമ്മുടെ PSCയുടെ OMR ആയിട്ട് നടന്നത് 1.5 മണിക്കൂറുള്ള പരീക്ഷയായിട്ട് നടത്തുന്നത്. അപ്പോൾ നോക്കാം, ഇതിനുള്ള അവസരം ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസരം എന്ന് പറയുമ്പോൾ മക്കളെ, ഈ ഏറ്റവും ലാസ്റ്റ് നടന്ന ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അക്കൗണ്ടിങ് നോളജുള്ള ആരും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അക്കൗണ്ടിങ് നോളജുള്ള ആൾക്കാർ പാസ്സായി വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ മെയിൻസ് എക്സാമിനേഷൻ മനസ്സിലാക്കുക, കട്ട് ഓഫ് മാർക്കല്ല, പാസ് മാർക്കാണ് വേണ്ടത്. പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്കല്ല, പാസ് മാർക്കാണ് വേണ്ടത്. പാസ് മാർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പാസ് മാർക്ക് നേടിയ ആൾക്കാർ വെറും 17 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചേ, 1-10 ലിസ്റ്റ് വന്നു ഫസ്റ്റ് അഡ്വൈസിൽ. അതായത് 23-10 ആയപ്പോഴത്തേക്കും 17 പേരെ അഡ്വൈസ് ചെയ്ത് തീർന്നു, ലിസ്റ്റ് തീരെ ഉണ്ടായത്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് ഈ സമയത്തിനകത്തുള്ള പല ഇതും കാറ്റഗറിയും നികത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ NCA നോട്ടിഫിക്കേഷനിലൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ NCAക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസീസ് മാറ്റിയിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 40ഓളം പേരുടെ ലിസ്റ്റാണ്. 40ഓളം പേർക്കും ജോലി കിട്ടുമെന്നുള്ള തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ ജോബിൻ്റെ പ്രൊഫൈലിലേക്ക് നമുക്ക് പോകാം. ജോബിൻ്റെ പ്രൊഫൈലോട് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഒരു പ്രൊമോഷൻ സാധ്യതയൊക്കെയാണ് വരുന്നത്. വളരെ വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ വകുപ്പിൽ ഫിനാൻസ് വകുപ്പിൻ്റെ തലപ്പത്താണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ പ്രൊമോഷനെല്ലാം കഴിഞ്ഞിട്ട് ഒരു സീനിയർ ഫിനാൻസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ 3 പ്രൊമോഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ IAS കൺഫർ ചെയ്ത് കിട്ടാൻ പോലും സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കേട്ടോ. അത് ഇതിനേക്കാൾ ഉയർന്നൊരു പോസ്റ്റിലേക്ക് PSC വഴി നോട്ടിഫിക്കേഷൻ ക്ഷണിക്കാറില്ല.
അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത്രയും ഉയർന്ന പോസ്റ്റാണ് ഈ പോസ്റ്റ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ എക്സാമിൻ്റെ സ്ട്രക്ചർ, അതുപോലെ ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ, സഹകാരിയുടെ കോഴ്സിൻ്റെ പാറ്റേൺ പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ സഹകാരിയുടെ വെബിനാറിൽ പങ്കെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ DA എന്ന കോഡും കൂടെ വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരിട്ടുണ്ടാവും, വിശദമായിട്ട് നമ്മുടെ പ്ലാൻ സ്ട്രക്ചർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. അതിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ സഹകാരി അഡ്മിറ്റ് ചെയ്യാറുള്ളൂ. നമ്മുടെ മുഖാമുഖം പരിപാടിയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും വെബിനാറിൽ പങ്കെടുക്കാതെ സഹകാരി അഡ്മിഷൻ എടുക്കരുത്. ഓക്കെ, അപ്പോൾ നോക്കാം. നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 29 തീയതി വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഉടനെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് കേരള ജനറൽ സർവീസ് ആണ് അല്ലേ. അതുപോലെ സ്കെയിൽ ഓഫ് പേ ആണ്, വളരെ രസകരമാണ്. അത്രയാണ് 50-200 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. വളരെ ഏറ്റവും ഉയർന്ന സ്കെയിൽ ഓഫ് പേ ആണ്. മാത്രമല്ല നമ്മുടെ എൻട്രി കേഡറിൽ തന്നെ നമ്മൾ എന്തായിട്ടാണ് നമ്മൾ ഗസറ്റ് റാങ്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം, 19 മുതൽ 36 വയസ്സ് വരെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും 19ാമത്തെ വയസ്സിൽ ഒരാൾ ഡിഗ്രി പാസ്സാവില്ല അല്ലേ, സാധ്യത വളരെ കുറവാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പം മാത്രമല്ല SC STക്ക് അതിന് ആനുപാതികമായിട്ടുള്ള SC STക്കും OBCക്കും ആനുപാതികമായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണ്? യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 2nd ക്ലാസ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 723, 724, 725. ഇതിനകത്ത് നമ്മുടെ ഓപ്പൺ കാർഡ് കാറ്റഗറി നമ്പർ 724 ആണ്, മാറിപ്പോകരുത്. 723, 25 വന്നിട്ട് നമ്മുടെ ബൈ ട്രാൻസ്ഫർകാർക്കുള്ളതാണ്. ബൈ ട്രാൻസ്ഫർകാർക്കും വലിയൊരു അവസരമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മാത്രം പോരാ, മെയിൻസ് നിശ്ചയമായിട്ടും പാസ് മാർക്ക് മേടിച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ മെയിൻസിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നോക്കാം. കണ്ടോ, 723 കാറ്റഗറി നമ്പർ ബൈ ട്രാൻസ്ഫർ ആണ്. അതുപോലെ ഇതാണ് 724 നമുക്ക് എന്തുള്ളത്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. 725 വന്നപ്പോഴത്തേക്കും അതും എന്താണ്, ബൈ ട്രാൻസ്ഫർ ആണ്. ഈ ബൈ ട്രാൻസ്ഫറിന്റെ വേക്കൻസി കൂടും കേട്ടോ. ഇത് കൂടാൻ സാധ്യതയുള്ള, ഇവിടെ 3 വേക്കൻസി, ഇവിടെ 1 വേക്കൻസിയാണ് ബൈ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 40ഓളം വേക്കൻസികൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വരും കേട്ടോ. കാരണം ഇതിന് മുന്നേയുള്ള എല്ലാ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കാൻ മനസ്സിലാക്കാൻ പറ്റും അത്. അതുപോലെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് പ്രിലിമിനറി മെയിൻസ്. അപ്പോൾ മെയിൻസ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഒരുപാട് പേർക്കുണ്ട്. എന്താ മെയിൻസ് എക്സാമിനേഷൻ? ഇവിടെ എന്താണ്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പരീക്ഷയല്ല, സബ്ജക്റ്റീവ് ആയിട്ടുള്ള പരീക്ഷയാണ് അല്ലേ. അതായത് നമുക്ക് എഴുത്ത് പരീക്ഷയാണ്. ചോദ്യം നമ്മൾ പണ്ടൊക്കെ ഡിഗ്രിക്കും ഒക്കെ എഴുതുന്ന പോലെ ചോദ്യം ഉണ്ടാവും, ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, സബ്ജക്റ്റിൻ്റെ സിലബസ് അത്രയും പ്രിസൈസ് തന്നെയാണ്. നമ്മൾ ആ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. പക്ഷേ അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇച്ചിരി വാസ്റ്റ് ആണ് കേട്ടോ, ഇച്ചിരി വാസ്റ്റ് ആണ്. നിങ്ങൾ ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ എത്രത്തോളം സമയമുണ്ടോ ആ സമയം കൃത്യമായിട്ട് ടാക്കിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചേർക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ 2 സ്റ്റേജ് എക്സാമിനേഷൻ, ഒന്ന് പ്രിലിമിനറി ആൻഡ് 2 മെയിൻസ്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ്റെ എക്സാക്ട് ഡേറ്റ് വന്നിട്ടില്ല മക്കളെ. നമുക്കിപ്പോൾ നിലവിൽ അറിയാലോ, PSCയുടെ പുതിയ രീതി പ്രകാരം ആൻറ്റിസിപ്പേറ്റഡ് ഡേറ്റ തന്നിരിക്കുന്നത്. അതായത് മെയ് തൊട്ട് ജൂലൈ വരെയാണ് നമ്മുടെ പ്രിലിംസിൻ്റെ ഒരു ടൈം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മിനിമം 2 മാസം നമുക്ക് സമയം പ്രതീക്ഷിക്കാം. 2 മാസം കഴിഞ്ഞ് മിക്കവാറും മെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് നമ്മുടെ DAയുടെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും ഡിലേ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഇൻ്റർവ്യൂ നമുക്ക് നോർമലി ഉള്ള PSCയുടെ ഇൻ്റർവ്യൂ പോലെ തന്നെ ആയിരിക്കും. അതിനകത്ത് നമുക്ക് എന്താണ് PSCയുടെ ബോർഡ് മെമ്പറും അതുപോലെ നമ്മുടെ ഒരു സബ്ജക്ട് എക്സ്പേർട്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരാൾ, അങ്ങനെ 3 പേരടങ്ങുന്ന ഇൻ്റർവ്യൂ പാനലായിരിക്കും. അതിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വലിയ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 11 തൊട്ട് 13 മാർക്ക് വരെയൊക്കെയാണ് സാധാരണ, അല്ലെങ്കിൽ മാക്സിമം പോയ 14 മാർക്ക് അതിനിടയ്ക്കായിരിക്കും വരുന്നത്. എന്തായാലും ഈ മെയിൻസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉണ്ടാവും കേട്ടോ, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ നോക്കാം, നമുക്ക് എന്താണ് നമ്മുടെ ഇതിൻ്റെ ഏകദേശം ഒരു സിലബസ് നോക്കാം. പ്രിലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് GKയും അതുപോലെ ജനറൽ ഇംഗ്ലീഷുമാണ് 30 മാർക്ക് വരുന്നത്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ടും കൂടെ പഠിച്ചു പോകണം. നമുക്ക് പ്രിലിംസിന് മെയിൻസിലൂടെ അപ്ലൈ ചെയ്യാൻ പാകത്തിന് നോളജ് ക്ലിയർ ആക്കി പോവുക. അതുപോലെ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, 30 മാർക്കിനാണ്. പിന്നെ അരിത്തമെറ്റിക് മെൻസുറേഷൻ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ഡിഗ്രി ലെവലിൽ മെയിൻസിൽ പ്രിലിംസിൽ ഇല്ലാത്ത ടോപ്പിക്സ് പോലും നമുക്ക് ഇതിനകത്ത് കവറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 40 അങ്ങനെ 40, 30, 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഇത് ക്ലിയർ ചെയ്യലാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. എന്താണ്, ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ വെയിറ്റ് ചെയ്യുന്നത് മെൻസുറേഷനാണ്. അപ്പോൾ മെൻസുറേഷൻ നമുക്ക് ഈ 40 മാർക്കിനും നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നേരത്തേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കണം. അതും നമുക്ക് മനോഹരമായിട്ട് 30 മാർക്കിന് പഠിച്ചു തീർക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ ഈ പ്രിലിംസിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ GK പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാൻ നിന്നാൽ അതൊരു മണ്ടത്തരമായിരിക്കാനാണ് സാധ്യത. കാരണം എന്ന് പറയുമ്പോൾ ഏകദേശം പകുതിയാണല്ലേ. അപ്പോൾ ഇംഗ്ലീഷും കൂടെ
കൃത്യമായിട്ട് പഠിച്ചു പോവുക. GK നമ്മൾ പഠിക്കുന്ന സാധനം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക് എടുത്തു, ഇപ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുക. അപ്പോൾ മെയിൻസിലാണ് 2 മാർക്കിനെ ചോദിക്കുന്നത്. ആ 2 മാർക്ക് നമുക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് എഴുതാൻ പാകത്തിന് തന്നെ പഠിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യും, കുഴപ്പമില്ല. ഇതാണ് പ്രിലിംസിൻ്റെ സ്ട്രാറ്റജി. സാഗരയുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിഗ്രി പ്രിലിംസ് എന്നുള്ള കോൺസെപ്റ്റിൽ പോകരുത്. ഡിഗ്രി പ്രിലിംസ് എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച ഒരു ലെവൽ ആകുമ്പോഴത്തേക്ക് ഞാൻ പ്രിലിംസ് പാസ്സാകുന്നൊരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ ഒരു 200ഓളം പേര് മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 200ഓളം പേരിൽ ഒരാളാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി. നമ്മുടെ കോഴ്സ് ബേസിക്കലി വരുന്നത് ഈ ഒരു പ്രിലിംസിന് മാത്രമല്ല, മെയിൻസിനും പ്രിലിംസിനുള്ള കോഴ്സ് തന്നെയാണെങ്കിൽ കൂടിയും ആദ്യം നിങ്ങളെ ഇത് പാസ്സാക്കി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. GK 30 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നാഷണൽ മൂവ്മെൻറ്റ്, കേരള, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻ, അതുപോലെ കീ റീഫോം മൂവ്മെൻറ്റ്സ്, അതുപോലെ ജോഗ്രഫി, അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇച്ചിരി ഭയങ്കര വൈഡാണ്, മനസ്സിലായിക്കോ. ജോഗ്രഫി എർത്തിൻ്റെ സ്ട്രക്ചർ, ക്ലൈമറ്റ് സിസ്റ്റംസ്, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി അല്ലേ. അതുപോലെ എക്കണോമിക്സ് എടുക്കുമ്പോഴത്തേക്കും കൺസെപ്റ്റ് ലൈക്ക് അതായത് നാഷണൽ ഇൻകം, ഫിസിക്കൽ പോളിസി, എക്കണോമിക് പ്ലാനിങ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ബേസിക് കമ്പ്യൂട്ടർ, അതുപോലെ കമ്പ്യൂട്ടർ നമ്മൾ സാധാ IT തന്നെയാണ്. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്രയും കാര്യങ്ങൾ. ഇനി പാർട്ട് ബി ഇംഗ്ലീഷ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നൗൺ പഠിക്കാനുണ്ട്, അതുപോലെ ടെൻസ് പഠിക്കാനുണ്ട്, വെർബ്, അതർ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തന്നിട്ടുണ്ട്. കണ്ടോ, 4, 4, 8, 12, 3, 15 മാർക്കിനാണ് അവിടെ ഇംഗ്ലീഷ് വരുന്നത്. പകുതി ഇംഗ്ലീഷാണ് കേട്ടോ. അത് എലിമെൻ്ററി ബുക്ക് കീപ്പിംഗ് നോക്കുക 30 മാർക്കാണ് കേട്ടോ, 30 മാർക്കാണ്. അതുപോലെ ഇപ്പോഴേ നിങ്ങൾ ബുക്ക് കീപ്പിംഗ് ഒഴിവാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോഴേ ബുക്ക് കീപ്പിംഗ് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അവസാനം മെയിൻസ് എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് വരുന്നത്? ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ടുകൾ, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്, ചെക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിതൊന്നും ഞെട്ടേണ്ട കാര്യമില്ല. പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്തേക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നോക്കാം. അരിത്തമെറ്റിക് അഡ്മിനിസ്ട്രേഷൻ 40 മാർക്കിന് വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോളിനോമിയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കല്ലേ പല ക്ലാസ്സുകളിലും പോളിനോമിയൽസ് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിൽ വരുന്നത്, നമ്മുടെ പ്രിലിംസ് വരുന്നത്. ഇതേ സിലബസ് തന്നെയാണ് ഇവിടെ മെയിൻസിന് ഫോളോ ചെയ്യുന്നത്. പരീക്ഷയുടെ രീതി മാറുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. മാക്സിമം മാർക്ക് എങ്ങനെ 150 ആണ് ഈ പറഞ്ഞ GKയും അതുപോലെ പ്രീ സീസണും കൂടെ, പ്രീ സീസൺ ആൻഡ് ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ 150 മാർക്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് വേണ്ടത് 60 മാർക്കാണ്. അയ്യോ, ഇത് ഭയങ്കര എളുപ്പമല്ലേ സാറേ, ഞാനിതൊക്കെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഓവർ കോൺഫിഡൻസ് ആയി പോകും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. ഏതൊരു മത്സര പരീക്ഷയും പ്രിപ്പയർ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വ്യൂ പ്രകാരം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇലാബറേറ്റീവ് റിഹേഴ്സൽസ് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക. അടുത്ത P എന്താണ്? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ മറന്നു പോവും, ഉറപ്പായിട്ടും മറന്നു പോകും നമ്മൾ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അവസാനത്തെ P പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് മാത്രമേ വിടത്തുള്ളൂ. ഇപ്പോൾ സാഗരയുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സാഗരയിൽ ഇപ്പോൾ നിലവിൽ പഠിച്ചിറങ്ങി ആരുടെ ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യു വിൽ ഫീൽ ലൈക്ക് എൻ ഓഫ്ലൈൻ ക്ലാസ്, ലൈക്ക് വി വിൽ ഹാവ് എൻ ഇൻറ്ററാക്ഷൻ. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് ഒരു സ്റ്റഡി ഗ്രൂപ്പായിട്ട് തന്നെ പ്രവർത്തിക്കും. ഒരു ഇൻറ്ററാക്ഷൻ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുപോലെ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് ആസ് ഏർലി ആസ് പോസിബിൾ പരിഹരിച്ച് പോകണം. ആ രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സുകളും കണ്ടക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ വേണ്ടി വെബിനാർ പങ്കെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ 60 മാർക്ക് 100 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മാത്രമാണ് പെർസെൻറ്റേജ് വ്യത്യാസമുള്ളത്. ഇത് അരിത്തമെറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ 50% മാർക്ക് വേണം അല്ലേ. ഇവിടെ 2 പേപ്പറിനും 40% മാർക്ക് മതി. അപ്പോൾ അതായത് മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ല കടുപ്പിച്ച മാർക്കിംഗ് സിസ്റ്റം ആയിരിക്കും. നമ്മൾ വരി എഴുതി ഈ കണക്ക് ചെയ്യുന്നതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിച്ച് വിടത്തുള്ളൂ. ബോത്ത് 2 വഴിക്കും ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ നോക്കാം. ഇങ്ങനെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് ക്യുമുലേറ്റീവ് ആയി ഒരിക്കലും കട്ട് ഓഫ് ചെയ്യത്തില്ല. കട്ട് ഓഫ് മാർക്ക് അല്ല വരുന്നത്. ഇവിടെ നിങ്ങൾ 100ന് 99 മേടിച്ചോളൂ, അല്ലെ 100ൽ 200ൽ 99 മേടിച്ചോളൂ. ഇവിടെ നിങ്ങൾ 150ന് 120 ഇവിടെ 120 സ്കോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ പേപ്പറും കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കി പഠിക്കണം. ആ പ്ലാൻ സഹകാരി തരും കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ സെപ്പറേറ്റ് മിനിമം എത്രയാണ് വരുന്നത്? നമുക്ക് ഇതിന് SC STക്ക് 30%. ഈ 40 30 ആവും, ഇവിടെ 35 ആവും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് SC STക്കാർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 മണിക്കൂറാണ് നമ്മുടെ ഓരോ പേപ്പറും വരുന്നത്. 3 ദിവസമായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് കേട്ടോ. 3 മണിക്കൂർ ഓരോ പേപ്പറിനും വരുന്നുണ്ട്.
ഇനി ഇതിൻ്റെ റെഫറൻസ് ബുക്ക് കൃത്യമായിട്ട് തന്നുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ തന്നേക്കുന്നത്. ഏതൊക്കെയാണ് RN കാർട്ടർ അല്ലേ. RN കാർട്ടർ ബേസിക് അക്കൗണ്ടിങ് അറിയാത്ത ഒരാളടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. ബേസിക് ആയിട്ട് നമ്മുടെ +1 +2 ഉള്ള കാര്യങ്ങൾ വരെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ നമ്മൾ ഏതാണ് ആർത്തർ ഫീൽഡ് ഹൗസിലേക്കും RN കാർട്ടറിലേക്കും പോകാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ ബേസിക്കലി അക്കൗണ്ടിങ് അറിയാവുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, നമുക്കത് വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. ഞാനിതിൻ്റെ എന്താ പറയുക, ഇതിനെ പൊരിപ്പിച്ച് കാണിക്കുന്നതല്ല. ശരിക്കും എന്താണ് അക്കൗണ്ടിങ്, ഇത് എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഓരോ ട്രാൻസാക്ഷൻ്റെ ആസ്പെക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കാതെ ഗുണിക്കാനും ഹരിക്കാനും പഠിക്കാൻ പറ്റില്ലല്ലോ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗുണിക്കാനും ഹരിക്കാനും എളുപ്പമായി, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ. അതുപോലെ നമുക്ക് മെൻസുറേഷൻ നോക്കുമ്പോഴത്തേക്കും ദ സ്റ്റാൻഡേർഡ് ഓഫ് ദി സബ്ജക്ട് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് പ്രിസ്ക്രൈബ് ഫോർ ദ മെട്രിക്കുലേഷൻ സ്കൂൾ ലിവിംഗ് അല്ലേ. SSLCക്ക് താഴെയുള്ള, അതായത് NCERTയിലും SCERTയിലും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ടും പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ പ്രധാനമായിട്ടും ലോ വേക്കൻസി ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വേക്കൻസി നമുക്ക് ഇത് ഈ പറഞ്ഞ എത്രത്തോളം, ഏകദേശം 40 വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലേ. ഇപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള പ്രശ്നങ്ങളാണിത്. അപ്പോൾ ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടും. അത് ഇതുവരെയുള്ള ഏതെങ്കിലും DA ലിസ്റ്റ് തീരാതെ കിടപ്പണമെന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെ എൻറോൾമെൻറ്റ് എന്നായിരിക്കും. സഹകാരിക്കുള്ള എൻറോൾമെൻറ്റ് എങ്ങനെയാണെന്ന് സംശയം ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് കോഴ്സ് സ്ട്രക്ചർ മനസ്സിലാക്കണം. കോഴ്സ് സ്ട്രക്ചർ നമ്മൾ ഒരിക്കലും ഇതുപോലെ റെക്കോർഡ് സെഷനിൽ ഡിസ്കസ് ചെയ്യത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കീ പോയിന്റ് ആണ്. അത് റെക്കോർഡ് ചെയ്യാറില്ല. അത് നിങ്ങളടുത്ത് ഇൻറ്ററാക്ട് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് മടി പിടിക്കാതെ വർക്ക് ചെയ്യിക്കുന്നത്, അതുപോലെ എങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു എൻറ്റയർ സെഷനാണ് 1 hourൻ്റെ സെഷൻ ആയിരിക്കും. ഞാൻ തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ DA എന്ന് പറയുന്ന കോഡും കൂടെ വാട്സാപ്പ് ചെയ്താൽ മതിയാവും. നമുക്ക് നേരിട്ട് സംവദിക്കാം. അതുപോലെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വപ്നം സാധ്യമാണ്. അത് സംശയമൊന്നും വേണ്ട. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കോമേഴ്സ് ഇല്ലല്ലോ എന്നൊരു പേടിയൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള സെൽഫ് മോട്ടിവേഷനാണ്. ആ സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴിയെ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ചരിത്രം. ഈ ചരിത്രമാണ് സഹകാരി റിസൾട്ട്സ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെ സഹകാരി ചെയ്ത കോഴ്സുകളിൽ ഏകദേശം 80% കോഴ്സിലും 1ാം റാങ്കിലേക്ക് നടന്ന് കയറിയ ഉദ്യോഗാർത്ഥികളുടെ എക്സ്പീരിയൻസ് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ്, അവരുടെ എല്ലാം വഴികൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവറസ്റ്റ് കീഴടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു വഴി വെട്ടി പോകേണ്ട കാര്യമില്ല അല്ലേ. മുന്നേ പോയ ആളിന് എന്ത് വഴിയാണ് അവർ സ്വീകരിച്ചത് അല്ലേ, ഓരോ ഒബ്സ്റ്റക്കിൾസും അവർ എങ്ങനെ തരണം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് മോട്ടിവേറ്റ് ആകാനൊക്കെ നിങ്ങൾക്ക് സെഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാം. താങ്ക് യു.